Hey guys, welcome back. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ തന്നെ സഫാരി വേൾഡിലോട്ട് പോവുകയാണ്. അപ്പോൾ സഫാരി വേൾഡ് പോകുമ്പോൾ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടും അതിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ടിക്കറ്റൊക്കെ ഞങ്ങൾ തലേ ദിവസം തന്നെ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമ്മൾ അവിടെ പോവുക, ടിക്കറ്റ് കൗണ്ടറിൽ നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് കാണിച്ച് ഫിസിക്കൽ ടിക്കറ്റായിട്ട് എടുക്കുക. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുഡാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ഏത് റെസ്റ്റോറൻറ്റിലാണെന്നൊക്കെ നമുക്ക് അവിടെ സ്ക്രീനിൽ കാണിച്ചു തരും. സഫാരി വേൾഡിൽ ഓപ്പൺ സൂ ഉണ്ട്. അപ്പോൾ ഓപ്പൺ സൂവിൽ പോകണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ബസ് ടിക്കറ്റ് എടുക്കണം. ആക്ച്വലി നമ്മൾക്ക് പ്രൈവറ്റ് കാർ ഉള്ളത് കൊണ്ട് നമുക്ക് കാറ് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ അന്നത്തെ നമ്മൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതിനെപ്പറ്റി ഓർത്തേ ഇല്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബസ്സിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 8:30 ആയപ്പോൾ തന്നെ സഫാരി വേൾഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി എനിക്കൊന്ന് ഈ ബസ്സിലൊക്കെ കൂടുതലും ടൂറിസ്റ്റ് വരുന്നത് ഇങ്ങോട്ടായിരിക്കില്ല. അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്ക് തുടങ്ങും. ഓപ്പൺ സൂവിൻ്റെ ടിക്കറ്റ് വരുന്നത് 100 baht പെർ പേഴ്സൺ ആണ്. അപ്പോൾ അതേ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഓപ്പൺ സൂ കാണാൻ വേണ്ടി പോവുകയാണ്. ഫുള്ള് ഇതാണ്, അപ്പുറത്തും ഒക്കെ. ഇവിടെ കുറച്ച് സീബ്രയും ക്യാമലും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ക്യാമൽ ഫീഡിങ് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. അത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് നല്ലോണം സ്ലോ ചെയ്ത് വരുന്നുണ്ട് നമുക്ക് കാണാനായിട്ട്. ഇതാണ് ഞങ്ങൾ സഫാരി വേൾഡ് വന്ന് പാർക്കിങ്ങിലോട്ട് വന്നപ്പോൾ തന്നെ ഇങ്ങനെ മേലെ നിറയെ ഇതുപോലത്തെ ബേർഡ്സ് ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പോഴേ തോന്നി സഫാരി വേൾഡ് സഫാരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ബേർഡ്സിനെയാണ് കാണാൻ പറ്റുന്നത്. ഫുള്ള് ഇവിടെ ഒരു ബേർഡ് നോക്ക്, അതിൻ്റെ തലയിൽ നോക്ക്, അറിയില്ല എന്തോ ഒരു ബേർഡ്. ഈ മരത്തിലൊക്കെ ഫുള്ള് ഇങ്ങനെ അതിങ്ങനെ കൂട് കൂട്ടിയിട്ട് വെച്ചേക്കുക. ഈ മരത്തിൽ നോക്ക്, പെയിൻറ്റഡ് സ്റ്റോർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ വലിയ കാര്യത്തിൽ ഇന്ന് ഫുള്ള് ഇതാണല്ലോ, സഫാരിയൊക്കെ ആണല്ലോ, അപ്പം നടക്കാനും ഒക്കെ കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗിംബലൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ ഗിംബലിൽ ചാർജ് ചെയ്യാൻ വിട്ടുപോയി. ശരിക്കും മേലെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലിയ ബേർഡ് ആയതുകൊണ്ട് എനിക്ക് ജുറാസിക് വേൾഡിലൊക്കെ ആ സിനിമയിൽ ഇങ്ങനെ എന്തൊക്കെയോ പറന്നു വരുമല്ലോ, അതുപോലെ അതൊരു ഫീല്. അതിൻ്റെ കറുത്ത ചുണ്ട് വേറെ വെറൈറ്റി. ഇവിടെയാണ് നമ്മളുടെ ജിറാഫിൻ്റെ പ്ലേസ്. അവിടെ ഫീഡിങ് സ്റ്റാൻഡും ഉണ്ട്. കുറച്ച് ജിറാഫ് ഇവിടെ ഇരിപ്പുണ്ട്. ക്രോസ് ചെയ്തത് അപ്പുറത്ത്. അയ്യോ അതിന്റെ വലിപ്പം നോക്ക്. നല്ല അടിപൊളിയായിരുന്നു. അത് വെള്ളത്തിലോട്ട് ഇറങ്ങുക, അതോ ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ പോയി നീന്തുന്നു. അവിടെ ഒരെണ്ണം കിടക്കുന്നു, അതിന്റെ ഉള്ളിൽ കയറി കിടക്കുന്നു, വെള്ളം കുടിക്കുന്നു. കുറേ ഉണ്ട്, അങ്ങ് അറ്റത്ത് കുറേ ഉണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് ഇവിടെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കുക രണ്ടും കൂടി. വെള്ളം മതി അതിന്.
മേലെ ഫുള്ള് സ്റ്റോക്ക്. ഇതെവിടെ നിന്ന് വന്ന് നീ ഞാൻ അടുത്തത് അല്ല അതല്ല അതിൻ്റെ ബാക്കാ അത് അല്ലേ. ഒന്ന് പൊങ്ങിയപ്പോൾ ഒന്ന് താഴ്ന്നു. ഒന്ന് ഇതെന്തത്? അയ്യോ, അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടെങ്കിൽ നമ്മൾ അറിയുക കൂടി ഇല്ല. അതാണ് ഹിപ്പോപ്പൊട്ടാമസ് അറ്റാക്കാണ് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത്. ഡേഞ്ചറസ്. ദീദി ഇവിടെ 2-3 ഉണ്ട്. കാക്കേനൊക്കെ ഓടിച്ചു കളയുന്നു. ഇതല്ലേ എന്താ തപ്പ് വേണോ? പുല്ല് തിന്നുവാന്ന് തോന്നുന്നു. രണ്ടുപേരും കൂടെ എന്തൊക്കെ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കാം. ഇത് നമ്മളുടെ സാധാ ബഫല്ലോ ആണെന്ന് തോന്നുന്നു അല്ലേ? സാധാ ബഫല്ലോ അല്ല, ബഫല്ലോ അല്ല. ഓപ്പൺ സൂവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവർ നേരെ നമ്മളെ പിക്കപ്പ് ചെയ്ത് അതേ പോയിന്റിൽ തന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ നടന്ന് ഇച്ചിരി ദൂരം നടക്കാനുണ്ട്. നടന്നിട്ട് നമ്മൾ സഫാരി വേൾഡിലോട്ട് പോകണം. പിന്നെ സഫാരി വേൾഡ് കയറി കഴിഞ്ഞാൽ അവിടെ സെപ്പറേറ്റ് ആയിട്ട് മറൈൻ വേൾഡ്, സഫാരി വേൾഡ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഇതിന് മാറ്റി വെച്ചാൽ പോലും ഒരു 70-80% ഒക്കെ ചിലപ്പോൾ കണ്ട് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരിക്കലും ഇത് കണ്ടു തീർക്കാൻ പറ്റില്ല. ബേബി ടൈഗറിനെ ഫീഡ് ചെയ്യുന്നു. ഇത് പാല് കുടിച്ച അതിന് അല്ലേ പാവ. പിന്നെ ടൈഗർ അതെ, നമ്മളുടെ ഔളിനെ വെച്ചിട്ട് അവർ വീഡിയോ എടുക്കുന്നു. ജയന്റ് ക്യാറ്റ്ഫിഷ്. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു വിയറും ഡ്രസ്സും ഷൂവോ അല്ലെങ്കിൽ ചപ്പലിങ്ങനെ കംഫർട്ടായിട്ടുള്ളതൊക്കെ ഇട്ടിട്ട് വരണം. ഇല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് നടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഓരോ ഷോയിൻ്റെ ഇതായാലും ഓരോ ആനിമൽസിൻ്റെ സെക്ഷനായാലും ഓരോന്നും കുറച്ച് ദൂരെയാണ്. ഞങ്ങൾ കാണാൻ പോയ ആദ്യത്തെ ഷോ എലിഫൻറ്റ് ഷോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഋതുവും ഫസ്റ്റ് പോയി. ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരുന്നു. അച്ഛനും അമ്മയും ഇച്ചിരി പതുക്കെയാണ് നടന്നു വന്നത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എലിഫൻറ്റ് ഒരു ഡ്രോയിങ് ചെയ്യുന്നതായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ള സ്റ്റണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ആ പടമൊക്കെ വരച്ച് തീരാറായി. ഈ വരച്ച് തീരുന്നത് പിക്ചർ അവർ അവിടെ തന്നെ സെയിലും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫുട്ബോൾ അങ്ങനെ കുറേ എലിഫൻസിനെ കൊണ്ട് കുറേ ഇങ്ങനെ സ്റ്റണ്ട്സൊക്കെ ചെയ്യിപ്പിക്കും. നല്ല രസമാണ് കാണാൻ. പണ്ട് നമ്മൾ സർക്കസിലൊക്കെ കാണുമല്ലോ, അങ്ങനത്തെ ആ ഒരു ചെറിയ ഓർമ്മയൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് എഗ്ഗിൻ്റെ ഒരു സെക്ഷനിലോട്ടാണ്. എഗ്സ്, അതായത് ഇൻക്യുബേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ തന്നെയുള്ള നമ്മളുടെ മെക്കാവിൻ്റെയും പാരറ്റ്സിൻ്റെയും പല തരം ബേർഡ്സിൻ്റെ ഒക്കെ എഗ്സ് അവർ തന്നെ ഇൻക്യുബേറ്ററിൽ വെച്ച് അത് വിരിയിച്ചെടുത്ത് അവരെ ഫീഡ് ചെയ്യുന്നതും അവരുടെ ഓരോ സ്റ്റേജും അങ്ങനത്തെ ഫുള്ളൊരു എക്സിബിഷൻ പോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ പല ബേർഡ്സിൻ്റെ മുട്ടകൾ പല സൈസിലുള്ളത്, നല്ല വലിയ മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അവരുടെ ഫോസിൽസ്, പിന്നെ അവരെ ഫീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിറിഞ്ച്, പിന്നെ അവരുടെ ബാക്കി മെയിൻ്റനൻസിനൊക്കെയുള്ള ടൂൾസ്, അതൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലോണം ഇങ്ങനെ അവിടെ ആ ഓരോന്നിൻ്റെയും എഗ്ഗിൻ്റെ താഴെ അവരത് ഏതിൻ്റെ എഗ്ഗാണ് അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് സ്പൈ വാർ എന്ന് പറഞ്ഞിട്ടൊരു ഷോ കാണാനാണ്. അപ്പോൾ അത് എനിക്കും രാഹുലിനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു. ഞങ്ങളിങ്ങനെ വേറെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് അതെന്തായാലും കാണണം എന്ന് വിചാരിച്ച് പോയ ഒരു ഷോയാണ്. പോകുന്ന വഴിക്കൊക്കെ വേറെയും കുറേ ആനിമൽസിൻ്റെ സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വെറുതെ പ്ലെയിൻ സൈറ്റൊന്നുമല്ല, കുറേ ആനിമൽസൊക്കെ കണ്ട് ബോറടിക്കാത്ത രീതിയിലാണ് അവർ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. സ്പൈ വാർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്പൈ മൂവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജെയിംസ് ബോണ്ട് ടൈപ്പ് ഒരു മൂവി ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു മൂവിയുടെ ഒരു ചെറിയൊരു മിനി വേർഷൻ എന്ന് നമുക്ക് പറയാം, ലൈവായിട്ടുള്ളൊരു മിനി വേർഷൻ. അപ്പോൾ ഇതിൽ അവർ നല്ല രസമുണ്ടായിരുന്നു. അത് നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ കൂടെ നായിക ഇവിടെ കൂടെ ചാടുന്നു, ഇപ്പുറത്തൂടെ നായകൻ രക്ഷിക്കാൻ വരുന്നു, ആ ചാടിയ നായിക വേറെ സൈഡിൽ കൂടി വേറെ കോസ്റ്റ്യൂമിൽ വരുന്നു. അപ്പോൾ അതെല്ലാം ലൈവായിട്ട് അത്രയും പെർഫെക്റ്റായിട്ടാണ് അവരത് അവതരിപ്പിച്ചേക്കുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളുടെ ഫൈറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബോംബ് പൊട്ടുന്നത്, ഹെലികോപ്റ്റർ വരുന്നത്, കുറേ ആൾക്കാരിങ്ങനെ സ്റ്റണ്ട് ആൾക്കാർ നമ്മളുടെ ആ റൂഫിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ചാടി വരുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. Ladies and gentlemen, please give a big hand! Thank you so much. Thank you for your support. Ladies and എല്ലാ ഷോയും കഴിഞ്ഞിട്ട് നമുക്ക് ആ ഷോ ചെയ്ത ആൾക്കാരുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ, ഇപ്പം എലിഫൻറ്റ് ഷോയിൻ്റെ ആയാലും എലിഫൻസിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാം, സ്പൈ വാർ ആണെങ്കിൽ ആ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ എല്ലാ സെറ്റപ്പും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫീഡിങ് തന്നെയാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയാലും നമുക്ക് ഒത്തിരി കാശ് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു പേളി മാണിയുടെ ഈ ഒരു തായ്ലൻഡ് വീഡിയോയിൽ പേളി മാണി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പുറത്തൂടെ പോകുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇതായിട്ട് ഫണ്ടായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. അതായത് ഇവരിങ്ങനെ ആനിമൽസിനെ നിർത്തിയിട്ട് നമ്മൾ കാശ് കൊടുക്കുന്നു, അവരുടെ ഫുഡ് മേടിക്കുന്നു, അവരെ ഫീഡ് ചെയ്യുന്നു. അങ്ങനെ
പക്ഷേ ഒരു ഭയങ്കര രസമാണ്. നമുക്ക് എന്തായാലും നാട്ടിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് നല്ലൊരു അടിപൊളി സെറ്റപ്പായിരുന്നു. അങ്ങനെ ഷോസും കുറേ ആനിമൽസും ഒക്കെ കറങ്ങി കണ്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചയായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ, ഞങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ള സാവന എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പോയായിരുന്നു. ഫുഡ് ഒരു കാശിനും കൊള്ളത്തില്ല. അതിപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പുറത്ത് പോയിട്ട് നമുക്ക് ഇന്ത്യൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഈവൻ നമ്മൾ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ പോലും അവിടുത്തെ ഉച്ചത്തിൽ നമുക്ക് തരുന്ന ഫുഡ് നമുക്ക് അത്രയും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഒരു പുറത്തെ കൺട്രിയിൽ പോകുമ്പോൾ അത്രയും നല്ലതാവണം എന്നില്ല. ഞങ്ങളങ്ങനെ അധികം ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. പറ്റുന്ന പോലെയൊക്കെ ജസ്റ്റ് കുറച്ച് വിശപ്പ് മാറ്റാനുള്ള ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നല്ല തിരക്കുമായിരുന്നു. ആൾക്കാരിങ്ങനെ തിങ്ങി കൂടി കൊണ്ട് വെക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ എടുത്തങ്ങ് തീർക്കുവാണ് ആൾക്കാർ. ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ പ്ലാനിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഡോൾഫിൻ ഷോ തന്നെയായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഞങ്ങളിങ്ങനെ സഫാരി വേൾഡ് പോകുമ്പോൾ ഷോസ് കൂടുതലും കാണാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോയത്. അപ്പം ഷോസിൻ്റെ ടൈമിംഗ് അനുസരിച്ചാണ് ഞങ്ങൾ ബാക്കിയുള്ള ആനിമൽസിനെയൊക്കെ കാണാനും ഫീഡിങ്ങിനും ഒക്കെ പോയത്. അപ്പോൾ ഇത് നമ്മളുടെ ഡോൾഫിൻ ഷോ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഷോ ഹോസ്റ്റ് ചെയ്യുന്നവർ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അവർ ആദ്യം അവിടുത്തെ തായ്ലൻഡിൽ തന്നെ സ്കൂളിലെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇന്ത്യൻ സോങ് ഒരെണ്ണം ഇട്ടു. എന്നിട്ട് ഇന്ത്യൻ ആൾക്കാരെ കൊണ്ട് കുറച്ച് ചിയറൊക്കെ ചെയ്ത്, അപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ഇന്ത്യൻ സോങ്ങൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോൾഫിൻ ഷോ തുടങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആ ഒരു ജീവിനെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്, അത്രയും ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമാണ് തോന്നുന്നത്. അത് ഓരോ ട്രിക്കും ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ട്രീറ്റൊക്കെ കൊടുക്കും. ട്രീറ്റ് കൊടുക്കുന്നതും ഈ ട്രെയിനേഴ്സും അവരും തമ്മിലുള്ള ആ ഒരു സിങ്ക് നമുക്ക് അത് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഭയങ്കര രസമാണ് ഇവരെ കൊണ്ട് ഓരോ ട്രിക്സ് ചെയ്യിപ്പിക്കുന്നതും. നമുക്കത് മനസ്സിലാവും ഇവരുടെ കയ്യിലുള്ള ആ വിസിൽ ഊതുമ്പോൾ അവർ വരുന്നതും. അതുവരെ ചാടൂട്ടാ.
പിന്നെ ഞങ്ങളുടെ അജണ്ടയിലുണ്ടായിരുന്നൊരു കാര്യമാണ് ഇത് ഒറാങ്കൂട്ടാനുമായിട്ടുള്ളൊരു ഫോട്ടോ. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിനെക്കൊണ്ടിങ്ങനെ നമ്മൾ പോസ് ചെയ്യിപ്പിക്കുന്നതും കിസ് വരുന്നതും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഓപ്പൺ സഫാരി പോയപ്പോഴേ ഞാൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ജിറാഫിനെ ഫീഡ് ചെയ്യണം എന്ന്. എന്തോ ഒരു രസം. നമ്മൾ ജിറാഫിനെ അങ്ങനെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ തൊടാൻ പറ്റുന്നതോ ഫീഡ് ചെയ്യാൻ പറ്റുന്നതോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നമ്മൾ പോയി ഫീഡൊക്കെ ചെയ്തു. അതിൻ്റെ ഒപ്പം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഈ അങ്ങനെ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാ ഏജിലുള്ളവരും ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ആവുന്നൊരു കാര്യമാണിത്. വേണ്ട അല്ല വീഡിയോ അമ്മ ഫോട്ടോ കുറെ കിട്ടിയല്ലോ. അങ്ങനെ ആനിമൽസിനെയൊക്കെ കണ്ടു, ഷോസൊക്കെ കഴിഞ്ഞു, ഫീഡിംഗ് ഒക്കെ ചെയ്തു. ഞങ്ങൾ സഫാരി വേൾഡിൽ നിന്ന് എല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചോക്ലേറ്റ് വില്ലെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.